നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാം ഭാഗമായ മാനവികതയുടെ മഹാഗാഥകൾ എന്ന ഏകകം ആരംഭിക്കുകയാണ്. മാനവികതയുടെ മഹാഗാഥകൾ എന്ന പാഠത്തിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ചിത്രമുണ്ട്. നിങ്ങളെല്ലാം ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളെല്ലാവരും ആ ചിത്രം കണ്ടോ? എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു പാവ അല്ലേ? കണ്ണും മൂക്കുമൊക്കെയുള്ള നല്ല സുന്ദരമായ പലതരം നിറത്തിലുള്ള തുണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാവ. അത് വെറുമൊരു പാവയാണോ? ആ പാവയ്ക്കൊരു പേരുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? പാവയുടെ പേരാണ് ചേക്കുട്ടി പാവ. എന്താണ് ചേക്കുട്ടി പാവ എന്ന് വെച്ചാൽ? ചേക്കുട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചേറിൽ നിന്നുണ്ടായ കുട്ടി എന്നാണ് ചേക്കുട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ആ ചേറിൽ നിന്നുണ്ടായ കുട്ടിയായ ചേക്കുട്ടി പാവയുടെ ആ ഒരു ജന്മം, ഉദയം കൊണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾക്കറിയണ്ടേ? നമ്മുടെ കേരളത്തിലെ നെയ്ത്ത് ഗ്രാമങ്ങളിലൊന്നായ ചേന്നമംഗലത്ത് എന്ന ഗ്രാമത്തിൽ ഓണത്തിന് വേണ്ടിയുള്ള തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു സമയത്തായിരുന്നില്ലേ നമ്മളെല്ലാം പ്രളയമെന്ന മഹാമാരി വിഴുങ്ങിയത്? അന്ന് നമ്മുടെ ഈ ചേന്നമംഗലത്തും ഇങ്ങനെയുള്ള തുണികളെല്ലാം തന്നെയും ചേറിലും ചെളിയിലും പെട്ട് നശിച്ചുപോയി. അവരുടെ ആ ഒരു ഉപജീവന മാർഗമാണ് അവിടെ അവസാനിച്ചത്. അതിൽ നിന്നും അവർ അതിജീവിച്ചതാണ് ചേക്കുട്ടിപ്പാവയിലൂടെ. ഓരോ ചേക്കുട്ടിപ്പാവയും അതിജീവനത്തിൻ്റെ പ്രതീകങ്ങളാണ്. ചേന്നമംഗലക്കരയുടെയും കേരളത്തിൻ്റെയും. പ്രളയമെന്ന പ്രകൃതി ദുരന്തത്തിൽ പെട്ടുപോയ അവസ്ഥയിലും ചേന്നമംഗലക്കരയും കേരളത്തെയും കൈപിടിച്ചുയർത്തി ഇന്ത്യയിലും ലോകോത്തര വിപണിയിലും മൂല്യമേറിയ വസ്തുവായി മാറിയ ഒന്നായി മാറി നമ്മുടെ ഈ ചേക്കുട്ടി പാവ. കേരളം പ്രളയത്തെ അതിജീവിച്ചതിൻ്റെ കലാപരമായ ഒരു ആവിഷ്കാരം കൂടിയാണ് നമ്മുടെ ഈ ചേക്കുട്ടി പാവ. ഫിനിക്സ് പക്ഷിയെ പോലെ എന്ന പ്രയോഗം കേരളത്തിൻ്റെ അതിജീവനത്തെ വിശേഷിപ്പിച്ചത് തികച്ചും ഉചിതമാണ്. സ്വയം ദഹിച്ച ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെന്ന് കരുതുന്ന പക്ഷിയാണ് ഫിനിക്സ്. പ്രളയദുരന്തത്തിൻ്റെ കെടുതിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന കേരളത്തെ വിശേഷിപ്പിക്കുവാൻ തികച്ചും പര്യാപ്തമാണ് നമ്മുടെ ഈ പ്രയോഗം, അല്ലേ കുട്ടികളെ? പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും COVID-19 പോലെയുള്ള മഹാമാരികളും ദുരന്തങ്ങൾ ലഭിക്കുമ്പോഴും സമൂഹത്തിൽ ഒരുമ നിലനിർത്തുന്നതും സാഹോദര്യവും സൗഹൃദവും കാത്തുപോരുന്നതും നമ്മുടെ മനസ്സുകളിൽ സർഗാത്മകതയുടെ താളമുള്ളതുകൊണ്ട് കൂടിയാണ്. മഹത്തായ ജീവിത പാഠങ്ങൾ പകർന്നു തരുന്നതോടൊപ്പം സർഗാത്മകത എങ്ങനെ അതിജീവനത്തിന് സഹായകരമാകുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഈ യൂണിറ്റിലെ പാഠഭാഗം. മാനവികതയുടെ മഹാഗാഥകൾ എന്ന ഏകകത്തിലെ ആദ്യത്തെ പാഠമാണ് മാനവികതയുടെ തീർത്ഥം എന്ന അധ്യായം. വൈശാഖൻ ആണ് ഇതിൻ്റെ രചയിതാവ്. ഈ പാഠഭാഗം ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നമുക്ക് മാനവികതയുടെ തീർത്ഥത്തിലെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെട്ടാലോ? വൈശാഖൻ എന്നറിയപ്പെടുന്ന MK ഗോപിനാഥൻ നായർ. പ്രശസ്ത മലയാള കഥാകൃത്തും നോവലിസ്റ്റുമാണ് വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന MK ഗോപിനാഥൻ നായർ. 1940 ജൂണിൽ മൂവാറ്റുപുഴയിൽ ജനിച്ചു. എറണാകുളം മഹാരാജാസ്, സെൻറ്റ് ആൽബർട്ട്, മൂവാറ്റുപുഴ, നിർമ്മല എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. പിന്നീട് 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി 20 വർഷം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ചു. നൂൽപ്പാലം കടക്കുന്നോർ, അപ്പീൽ, അന്യായഭാഗം, അതിരുകളില്ലാതെ, അകാലത്തിൽ വസന്തം, നിശാശലഭം, യമകം എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകാട് അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, കമല സുരയ്യ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും നമ്മുടെ ഈ എഴുത്തുകാരൻ നേടിയിട്ടുണ്ട്. ദുരന്തങ്ങൾക്കൊപ്പം മഹത്തായ ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയാണ് 2018 പ്രളയം കടന്നുപോയത്. പ്രളയത്തിൽ അകപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ജാതി, മത, രാഷ്ട്രീയ വേർതിരിവുകൾ മറന്ന് മലയാളികൾ ഒരുമിച്ച് നിന്നതിനെക്കുറിച്ചാണ് വൈശാഖൻ എഴുതുന്നത്. അതോടൊപ്പം കുട്ടിക്കാലത്തെ പ്രളയ ഓർമ്മകളും ലേഖകൻ പങ്കുവയ്ക്കുന്നു. ഗംഗാജലം മോക്ഷം നൽകുന്ന തീർത്ഥമാണ്. കേരളത്തെ മാനവികതയുടെ സ്വർഗത്തിലേക്കുയർത്തിയ തീർത്ഥജലമായി പ്രളയജലം മാറിയെന്ന മാനവികതയുടെ തീർത്ഥമെന്ന ശീർഷകം സൂചിപ്പിക്കുന്നത്. പല നാടുകളിൽ കഴിഞ്ഞിരുന്നവരെ പ്രളയം ഒന്നിപ്പിച്ചു.
മനുഷ്യസ്നേഹം എല്ലാത്തിനും മീതെ എന്ന് എല്ലാവർക്കും മനസ്സിലായി. മത്സ്യത്തൊഴിലാളികൾ ചെയ്ത സേവനങ്ങൾ മാനവികതയുടെ ഉയർത്തുപാട്ടായി. നാം കെട്ടിയുയർത്തിയ പല മതിലുകളും പ്രളയകാലം ഇല്ലാതാക്കി. മനുഷ്യനാണ് ഏറ്റവും വലിയ സത്യമെന്ന് തിരിച്ചറിഞ്ഞു. ഈ ആശയങ്ങൾ വ്യക്തമാക്കുന്നതിന് നമ്മുടെ ഈ മാനവികതയുടെ തീർത്ഥമെന്ന പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു തുടർപ്രവർത്തനം ചെയ്താലോ? നമുക്കെല്ലാം അറിവുള്ള, നമ്മുടെ എല്ലാം മനസ്സിൽ തിങ്ങി നിൽക്കുന്ന, ഇപ്പോഴും നമ്മളിതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാ മനസ്സിലോടിയെത്തിയ ആ പ്രളയകാല ദിനങ്ങൾ പങ്കുവയ്ക്കുകയും അതിജീവിക്കുകയും ചെയ്ത ഉണർവിൻ്റെ ആ പുത്തൻ ഉന്മേഷം പകർന്ന ആ ദിനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, സഹാനുഭൂതി എന്നിവയെല്ലാം അറിഞ്ഞ ആ ദിവസങ്ങൾ, മതിൽക്കെട്ടിനപ്പുറത്തും ജീവിതബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ, ആ ദിവസങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചികഞ്ഞെടുക്കുക. നിങ്ങളുടെ ആ ഒരു അനുഭവം നിങ്ങളൊരു ഡയറി കുറിപ്പായി എഴുതുക. എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ നിങ്ങളുടെ ആ ഒരു ദിവസം നിങ്ങളുടെ എങ്ങനെയിരുന്നു, അന്നത്തെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഒരു ദിവസം തങ്ങി നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് കുറിച്ച് വയ്ക്കുക. രാവിലെ ഞാൻ ഉണർന്നെന്നും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രകൃതി എങ്ങനെയായിരുന്നു എന്നുള്ളതും നമ്മൾ എന്തെല്ലാം അന്നത്തെ ദിവസം ചെയ്തുവെന്നും നമ്മളെങ്ങനെയെല്ലാം രീതിയിലാണ് നമ്മളന്ന് കടന്നു പോയത് എന്നുമൊക്കെ ആ ഡയറി കുറിപ്പിലൊന്ന് എഴുതി നമുക്ക് പങ്കുവയ്ക്കാം. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.